നമസ്കാരം. സാധാരണയായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നവരായിരിക്കും. തലവേദന വരാത്തവർ വളരെ വിരളമായിട്ടുള്ള ആളുകളെ ഉണ്ടാവുള്ളൂ. എന്നാൽ ഈ വരുന്നത് സാധാരണ തലവേദനയാണോ അല്ലെങ്കിൽ മൈഗ്രെയിൻ ആണോ എന്നുള്ളത് മനസ്സിലാക്കണം. അർത്ഥാവവേദന എന്ന് നമ്മൾ ആയുർവേദത്തിൽ പറയും ഇതിനെ. ഇത് ഒരു സൈഡിലാണ് പലപ്പോഴും തലവേദന തുടങ്ങാറ്. എന്നാൽ ഈ തലവേദനയുടെ കാരണങ്ങൾ അറിയുന്നതിന് കൂടെ തന്നെ ഇത് മാറ്റിയെടുക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരണം എന്നുള്ളതും അതിനെന്തൊക്കെ ടിപ്പുകൾ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ഒത്തിരി പേർ ഈ കാരണം കൊണ്ട് തന്നെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. ഞാൻ ഡോക്ടർ സജിത ദിജി. തലവേദന പലപ്പോഴും തന്നെ നമ്മുടെ ദൈനംദിന പ്രവൃത്തികളെ പോലും തടസ്സപ്പെടുന്ന രീതിയിലേക്ക് മാറപ്പെടാറുണ്ട്. ഇത് ചിലർക്ക് ആഴ്ചയിൽ ഒരിക്കലായിരിക്കും, അല്ലെങ്കിൽ മാസത്തിലോ വർഷത്തിലോ ഒക്കെ തന്നെ വരാറുണ്ട്. പലപ്പോഴും സൗണ്ട് കേൾക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പ്രകാശം തട്ടുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അതുപോലെ വിഷാദ രോഗങ്ങൾ എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് കാണാറുണ്ട്. മൈഗ്രെയിൻ അല്ലാത്ത സാധാരണ തലവേദന നിങ്ങളുടെ മുഖത്ത് അല്ലെങ്കിൽ കഴുത്തിലൊക്കെ വേദന ഉണ്ടാക്കും. ഇത് നെറ്റി മുതൽ തലയ്ക്ക് ചുറ്റും കഠിനമായ വേദനയിലേക്ക് നയിക്കുന്നുണ്ട്. ഏറ്റവും സാധാരണമായ തലവേദനകൾക്ക് കാരണം സമ്മർദ്ദം, ഉറക്കമില്ലായ്മ തുടങ്ങിയ കാരണങ്ങൾ തന്നെയാണ്. ഇതിൽ നിന്ന് വിപരീതമായിട്ട് മൈഗ്രെയിൻ എന്നത് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് തുടർച്ചയായിട്ടുണ്ടാവുന്ന തലവേദന സംബന്ധമായിട്ടുള്ള ഒരു തരം രോഗലക്ഷണമായിട്ട് തന്നെ കണക്കാക്കാം. ഇതൊരു ന്യൂറോളജിക്കൽ അവസ്ഥയായിട്ടും കണക്കാക്കുന്നുണ്ട്. കഠിനമായ തലവേദന ഉണ്ടാകുന്നതിന് 1-2 ദിവസം മുൻപ് തന്നെ ചില ന്യൂറോളജിക്കൽ ലക്ഷണങ്ങളോടൊപ്പം മൈഗ്രെയിൻ ലക്ഷണങ്ങൾ ആരംഭിക്കാം. ഇതിനെ നമ്മൾ മൈഗ്രെയിൻ സ്റ്റേജ് എന്നറിയപ്പെടുന്നുണ്ട്. ഇതിൽ തന്നെ ഭക്ഷണത്തിനോടുള്ള ഒരു ആസക്തി, ക്ഷീണം, അല്ലെങ്കിൽ കുറഞ്ഞൊരു ഊർജ്ജനില പോലെ, വിഷാദം പോലെ നമുക്ക് തോന്നാം, ഹൈപ്പർ ആക്ടിവിറ്റി, പെട്ടെന്ന് ക്ഷോഭം വരിക, അല്ലെങ്കിൽ കഴുത്തിനൊക്കെ ഒരു കട്ടിപ്പോ കാഠിന്യമൊക്കെ തന്നെ തോന്നുക, ഇത്തരം ലക്ഷണങ്ങളൊക്കെ ഇതിൽ സാധാരണയായിട്ട് കാണുന്നതാണ്. ഇനി ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് അത് വരാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളിൽ ഒന്നാമത്തേന് നമ്മൾ കഴുത്തിന് കൊടുക്കുന്ന ഒരു എക്സസൈസ് ആണ്. അത് ദിവസം എന്നുള്ളത് പോലെ തന്നെ വളരെ മൈൽഡായിട്ടുള്ള രീതിയിൽ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം നെക്കിന് വരുന്ന ഈ ഒരു എക്സസൈസ് ഈ രീതിയിൽ എല്ലാ സൈഡിലേക്കും കഴുത്ത് നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മസിൽസിനെയൊക്കെ സ്ട്രെച്ച് ആക്കുന്നത് കൊണ്ട് മൈഗ്രെയിൻ പ്രശ്നങ്ങൾ തടയാൻ സഹായിക്കും. അതുപോലെ തന്നെ രണ്ടാമത് ചെയ്യുന്ന ഒന്നാണ് നസ്യം എന്നുള്ളത്. നസ്യം എന്ന് പറയുമ്പോൾ അണുതൈലം ഉപയോഗിച്ചിട്ട് നസ്യം രാവിലെ പ്രഭാതത്തിൽ പ്രഭാതകർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം, എന്നാൽ കുളിക്കുന്നതിന് മുൻപുമായിട്ട് രണ്ട് മൂക്കിലുമായിട്ട് 2 തുള്ളി വീതം അണുതൈലം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊരു മസാജ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതുപോലെ കഫം കൂടുതലുണ്ടെങ്കിലും ഒക്കെ തന്നെ അതിനെയൊക്കെ ഇല്ലാതാക്കാനും നമ്മുടെ വായിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ട് കാണാം കഫം. ഈ കഫത്തെ നമ്മൾ തുപ്പിക്കളയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ദിവസേന ചെയ്യേണ്ട ഒരു നിത്യവും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ അണുതൈലം ഒഴിക്കുക എന്നുള്ളത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മൈഗ്രെയിന് വളരെ പെട്ടെന്ന് മാറുന്നതായിട്ട് കാണാറുണ്ട്. മൂന്നാമത്തേത് ഒരു 8 മുതൽ 12 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക. ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കി നിർത്തുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് എന്നുണ്ടെങ്കിലും തന്നെ ഈ ഒരു മൈഗ്രെയിൻ വരാതിരിക്കാൻ ഇത് സഹായിക്കും. വാതപിത്ത ദോഷങ്ങൾ കൂടുന്ന സമയത്താണ് ഇതുപോലെയുള്ള തലവേദന അധികമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ കുറയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വേണം നമ്മൾ ഫോളോ ചെയ്യാനായിട്ട്. എപ്പോഴും തന്നെ ഒരു വശം പൊട്ടുന്ന പോലുള്ള വേദനയും വെളിച്ചം സഹിക്കാൻ പറ്റാത്ത അവസ്ഥയും കണ്ണിന് ചുറ്റും ചൂടും ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു അർത്ഥാവവേദകം അല്ലെങ്കിൽ മൈഗ്രെയിൻ വരുന്നതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കണക്കാക്കാം. അതുപോലെ ഉറക്കക്കുറവോ, നമ്മൾ ഉപവാസം ചെയ്യുന്നുണ്ടെങ്കിലോ, അമിതമായിട്ട് ദേഷ്യപ്പെടുന്ന ആളുകളൊക്കെയാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചറൊക്കെ കൂടി ഒരു ദേഷ്യം വരുമ്പോഴുണ്ടാകുന്ന അഡ്രിനാലിൻ കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതുപോലെ ചൂട് കൂടിയ ഭക്ഷണം കഴിക്കുമ്പോൾ, ഇതൊക്കെ നമുക്കിതിനൊരു കാരണമായിട്ട് പറയാറുണ്ട്. അണുതൈലോ, ഷഡ്ബിന്ദു തൈലോ, ക്ഷീരബല തൈലോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നസ്യം ചെയ്യാവുന്നത്. അണുതൈലമാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ചെയ്യാം. മറ്റുള്ള തൈലങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യുക. നാലാമത്തേത് ശിരോ അഭ്യംഗമാണ്. ഇത് തലയിൽ എണ്ണ തേച്ച് മസാജ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് ബ്രഹ്മി തൈലോ, ക്ഷീരബല തൈലോ, ചന്ദനാദി തൈലം ഇതുപോലുള്ള തൈലങ്ങൾ ഏതെങ്കിലും ഉപയോഗിക്കാം. ഇത് നാഡിയെ ഒക്കെ തന്നെ വളരെയധികം കൂളിംഗ് എഫക്റ്റ് കൊടുക്കുന്നതും അതുകൊണ്ട് തന്നെ സ്ട്രെസ്സ് കുറയ്ക്കുന്നതും ഉത്കണ്ഠ പോലുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കുന്നതാണ്. എപ്പോഴും സ്ട്രെസ്സും ഉത്കണ്ഠയും ടെൻഷനൊക്കെ കൂടുതലുള്ള ആളുകൾക്ക് എപ്പോഴും ഈ ഒരു മൈഗ്രെയിൻ പ്രശ്നം കൂടുതലാവും. പിന്നെ എടുത്തു പറയേണ്ടത് അവരുടെ ഭക്ഷണ രീതിയാണ്. ഫുഡ് സ്കിപ്പ്
ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങൾ, ദഹനം വളരെ മൈൽഡായിട്ട് നടക്കുന്ന ആളുകളുണ്ടാവും. അവരുടെ കോഷ്ട അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ ഡൈജഷൻ പൊതുവേ അവർക്ക് കുറവായിരിക്കും. അങ്ങനെയുള്ള ആളുകളൊക്കെ ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഡൈജഷന് ബുദ്ധിമുട്ട് വരുമ്പോൾ അത് മൈഗ്രെയിൻ വരാൻ കാരണമാകും. അപ്പോൾ ഇത്തരം കാരണങ്ങളെയൊക്കെ ആണ് ഇതിൻ്റെ കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ മാറ്റി നിർത്തുക എന്നുള്ള ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഈ കഴിക്കാൻ പറ്റുന്നതിൽ തന്നെ ചൂട് കുറഞ്ഞ ഭക്ഷണം, തേങ്ങ വെള്ളം, പാല് അധികമായിട്ടല്ലെങ്കിലും ശരിയായ രീതിയിൽ പാല് കുടിക്കുന്നതോ, ബ്രഹ്മി കഴിക്കുന്നത് അല്ലെങ്കിൽ ശംഖുപുഷ്പി തുടങ്ങിയിട്ടുള്ളവ കഴിക്കുന്നത് നല്ലതാണ്. ചൂട് കൂടിയ ഭക്ഷണം, പുളിയും എരിവും, ഈ ഉറക്കക്കുറവും, ദീർഘനേരം മൊബൈൽ സ്ക്രീനിൽ നോക്കിയിരിക്കുന്നതൊക്കെ ഒഴിവാക്കണം. പലപ്പോഴും നമ്മൾ ഒരു സ്ലീപ്പ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അഞ്ചാമത്തേത്. കാരണം നല്ല രീതിയിൽ ഉറങ്ങാൻ ശ്രമിക്കുക. നല്ല ഉറക്കം കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ നെർവിനൊക്കെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഇരുത്താനും ഈ ഒരു ഉറക്കം പെട്ടെന്ന് വരുന്നത് കൊണ്ട് തന്നെ ബോഡിക്ക് മൊത്തത്തിലൊരു കാം ആൻഡ് കൂളിംഗ് ആയിട്ടുള്ള എഫക്റ്റ് കിട്ടും. അതുവഴി നിങ്ങൾക്ക് മൈഗ്രെയിന് കുറയ്ക്കാനും പറ്റും. പലപ്പോഴും നിങ്ങളുടെ സ്ലീപ്പ് റൂട്ടീൻ, സ്ലീപ്പ് ഹൈജീൻ എന്ന് ഉദ്ദേശിക്കുന്നത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതിന് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് തന്നെ ഒത്തിരി സമയം സ്ക്രീൻ ടൈമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ഫോൾട്ട് കൊണ്ട് മാത്രം നമുക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നയിക്കും. അതുകൊണ്ട് തന്നെ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപ് സ്ക്രീൻ ടൈം ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെയുള്ളവർക്ക് ആ സമയങ്ങളിൽ ചെറു ചൂടുള്ള വെള്ളത്തിൽ ഒരു കുളിയോ അല്ലെങ്കിൽ ഉറക്കം വരാൻ രീതിയിൽ ഞാൻ നട്ട്മെഗ് പൗഡറൊക്കെ ചേർത്തിട്ടൊരു പാലിൽ ചേർത്തിട്ടൊരു ഡ്രിങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ മഗ്നീഷ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ മഗ്നീഷ്യം ഗ്ലൈസിനേറ്റ് തുടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റുകൾ എടുക്കുന്നതോ ഒക്കെ ആവശ്യമായിട്ട് വരും. ഇങ്ങനെയുള്ള നല്ലൊരു ഉറക്കം കാരണം നിങ്ങൾക്ക് മൈഗ്രെയിൻ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. പത്യാധിഘാതം, ബ്രഹ്മീഘൃതം തുടങ്ങിയിട്ടുള്ള ഒരുപാടേറെ ആയുർവേദ ഫോർമുലേഷൻസ് ഉണ്ട്. ഇതൊക്കെ തന്നെ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രഹ്മി ജ്യൂസ് ആയിട്ട് കുടിക്കുന്നത് നല്ലതാണ്. ഇല പിഴിഞ്ഞൊഴിച്ചിട്ട് 2 സ്പൂൺ നീരിൽ തേനും കൂടെ ചേർത്തിട്ട് വെറും വയറിൽ കുടിക്കാം. അതല്ലെങ്കിൽ ശംഖുപുഷ്പി ഉണ്ടല്ലോ, നീല ശംഖുപുഷ്പമൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ഉള്ളിലേക്ക് എടുക്കുന്നത്, അത് വെള്ളത്തിലിട്ട്, ചൂടുള്ള വെള്ളത്തിലിട്ട് 1-2 പൂക്കളിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ചോറുണ്ടാക്കുന്ന സമയത്തൊക്കെ അതിലിട്ടിട്ട് ഉണ്ടാക്കാം. പല രീതിയിൽ ശംഖുപുഷ്പം ഉള്ളിലേക്ക് എടുക്കാം. ഇനി അതിൻ്റെ പൗഡർ രൂപത്തിലായാലും മതി. അതുപോലെ തന്നെ അശ്വഗന്ധ ഉപയോഗിക്കുന്നത്, 1 സ്പൂൺ അശ്വഗന്ധ ചൂടുള്ള പാലിൽ ചേർത്തിട്ട് രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് കഴിക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ മറ്റൊന്നാണ് ജടാമാംസി എന്നുള്ളത്. 1/4 സ്പൂണ് പൊടിയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നീട് 1 ഗ്ലാസ് പാലിലിട്ട് തിളപ്പിച്ചിട്ട് ഉറങ്ങുന്നതിന് മുൻപ് കഴിക്കാം. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിത്ത് ശമനത്തിനും അതുപോലെ തലയിൽ ചൂട് കൂടിയിട്ടുണ്ടാവുന്ന ഒരവസ്ഥയും ബോഡിയിൽ ഹീറ്റ് കുറയ്ക്കാനൊക്കെ ആയിട്ടാണെങ്കിലും നമുക്ക് പാലിൽ ചേർത്തിട്ട് കഴിക്കുന്നതാണ് ഏറെ നല്ലത്. പാല് ഒരു ശീത ഗുണമുള്ളത് കൊണ്ട് തന്നെ പാൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതിൽ ഇഷ്ടി മധു അല്ലെങ്കിൽ ഇരട്ടി മധുരം എന്ന് പറയും, അതും ഒരു ടീസ്പൂണ് പാലിൽ ചേർത്തിട്ട് രാത്രി കഴിക്കാം. ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ശീലമാക്കുന്നത് നല്ലതാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ശംഖുപുഷ്പിയും ഇതുപോലെ അശ്വഗന്ധയും ഇഷ്ടി മധുവും ഒക്കെ തന്നെ. ഈ ഇത്തരം പ്രയോഗങ്ങൾ എപ്പോഴും തന്നെ ശരീരത്തിലെ ചൂട് കുറയ്ക്കുകയും അതുവഴി ഉണ്ടാകുന്ന പിത്താധിക്യം കുറയ്ക്കുകയും ശരീരത്തിൽ ഇത്തരം മൈഗ്രെയിൻ അവസ്ഥകളെയൊക്കെ ഇല്ലാതാക്കാനും സഹായിക്കുന്നുണ്ട്. സ്ലീപ്പ് റുട്ടീനും ഫുഡും പറഞ്ഞതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമുക്ക് ശരിയായിട്ടുള്ള വ്യായാമം ലഭിക്കുക എന്നുള്ളത്. ഇങ്ങനെ വ്യായാമം ലഭിക്കുന്ന വഴിയുള്ള സർക്കുലേഷൻ ശരീരത്തിൽ കൂടുന്നത് വഴിയും ഓക്സിജൻ സപ്ലൈ ശരിയായിട്ട് നടക്കുന്നത് വഴിയുമൊക്കെ തന്നെ ഇത്തരം ആളുകൾക്ക്, മൈഗ്രെയിൻ സാധ്യതയുള്ളവർക്കും മൈഗ്രെയിൻ അനുഭവിക്കുന്നവർക്കും ഒക്കെ തന്നെ ഏറ്റവും നല്ലൊരു വഴിയാണ് ചിട്ടയായിട്ടുള്ള ഒരു വ്യായാമക്രമം. അതൊരു അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റെങ്കിലും ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ പറഞ്ഞതുപോലെ ത്രയോപസ്തംഭങ്ങളിൽ 2 ഉറക്കം, അത് നിദ്ര അല്ലെങ്കിൽ ഉറക്കം അല്ലെങ്കിൽ ഭക്ഷണ രീതി എന്നുള്ളതും കൂടെ നിങ്ങൾ ഈ വ്യായാമം കൂടെ ശ്രദ്ധിക്കുകയും ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കുറച്ച് ടിപ്പുകളൊക്കെ തന്നെ മുടക്കാതെ ഫോളോ ചെയ്യുകയും ചെയ്ത് ഒരു ചിട്ടയായിട്ടുള്ള ലൈഫ് സ്റ്റൈല് കൊണ്ടുവരും അണുതൈലം നിത്യേന ഒരു ശീലമാക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും. ബോഡിക്ക് മുഴുവനായിട്ട് സ്ട്രെച്ചിങ് എക്സസൈസുകളൊക്കെ കൊടുക്കുന്നതിന് കൂടെ കഴുത്തിൻ്റെ സ്ട്രെച്ചിങ് മറക്കരുത്. അതിന് കൂടെ തന്നെ നമുക്ക് സ്ട്രെസ്സും പ്രശ്നങ്ങളാണ് എപ്പോഴും ഇതുപോലുള്ള തലവേദനയിലേക്കും മൈഗ്രെയിനിലേക്കും ഒക്കെ നയിക്കുന്നത് എന്നുള്ളത് കൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഈ മാനസിക ആരോഗ്യം എന്നുള്ളത് അത്ര നിസ്സാരമായിട്ടുള്ള ഒന്നല്ല. ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും തമ്മിലൊരു പ്രത്യേക ബന്ധം തന്നെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൂട്ടത്തിലൊരു ബ്രീത്തിങ് എക്സസൈസ് കൂടെ കൊടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് സമയം ബ്രീത്തിനെ ഹോൾഡ് ചെയ്ത് പിടിക്കുകയും നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്ത്, അതായത് ബ്രീത്ത് ഉള്ളിലേക്ക് എടുത്തതിൻ്റെ ഇരട്ടി സമയം എടുത്ത് പതിയെ പുറത്തേക്ക് വിടുകയും ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാടേറെ
അസുഖങ്ങളെ നിയന്ത്രിക്കാനും നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാനും പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് എന്നുള്ള ഒരു കുഞ്ഞു ടിപ്പും കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെട്ടതായിരിക്കും. കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.